ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. എല്ലാവരുടെ വീട്ടിലുള്ളൊരു സാധനമാണ് ഈ മല്ലിയില എന്ന് പറയുന്നത്. മല്ലിയില നന്നായി കഴുകി എടുക്കണം കേട്ടോ. കാരണം നമ്മളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, മല്ലിയില കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിലൊരുപാട് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് വീഡിയോ ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല, ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായി കഴുകണം. കാരണം അതിൽ മരുന്നെല്ലാം അടിച്ചിട്ടുണ്ടാകും. കഴിയുന്നത് നിങ്ങൾ കുറച്ച് മഞ്ഞളിട്ട വെള്ളത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക്, നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം അരക്കുന്ന ഒരു മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലേക്ക് ഈ മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ മതി. അപ്പോൾ ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്താൽ നന്നായി കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിക്കുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി റോസ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുക. അതിന് മുന്നേ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അരമുറി ചെറുനാരങ്ങയും കൂടിയും പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ചെറുനാരങ്ങ ചിലർക്ക് അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചെറുനാരങ്ങ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ചെറുനാരങ്ങ സ്കിപ്പ് ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടിയും റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മുഖത്തും കഴുത്തിലും അതേപോലെ കൈ കാല് എല്ലായിടം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ 2 കൈയും വെച്ചിട്ടുള്ള ഡിഫറൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് യൂസ് ചെയ്താൽ ഇതിന് എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 2 മിനിറ്റ് മുഖത്തേക്ക് മസാജ് ചെയ്തിട്ടാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത്. 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ആ മസാജിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ 2 മിനിറ്റ് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് മുഖത്തേക്ക് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മുഖത്തേക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആയതിന് ശേഷം ഞാൻ നല്ലോണം സോഫ്റ്റ് മസാജ് ചെയ്ത് വീണ്ടും വെള്ളത്തിൽ കഴുകിക്കളിയാണ്. അപ്പോൾ മസാജ് ചെയ്തിട്ട് തന്നെ നമ്മൾ കഴുകിക്കളയണം. അപ്പോൾ മസാജ് ചെയ്ത് നമ്മൾ കഴുകുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു മാറ്റവും മനസ്സിലാവും കേട്ടോ. നല്ലൊരു കളറ് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. എല്ലാവരുടെ വീട്ടിലും മല്ലിയിലുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നന്നായി കഴുകിയെടുക്കണം കേട്ടോ. കണ്ടോ, എൻ്റെ ഒരു കൈയിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്ലൈ ചെയ്ത ഭാഗമോ അതിൻ്റെ ബാക്കോട്ടുള്ള ഭാഗമെല്ലാം നോക്കുന്നേരം നിങ്ങൾക്കത് മനസ്സിലാവും. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയുണ്ട് കേട്ടോ. മുഖത്ത് ഇതിലും നല്ല റിസൾട്ടാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കൈയിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും മുഖത്ത് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം വീണ്ടും പറയാണ് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക്സ്.